ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു എഡ്വേർ. എൻ്റെ പേര് മനു ഫ്രാൻസിസ് എന്നാണ്. ഞാൻ കഴിഞ്ഞൊരു 5 ഇയേഴ്സിന് മുകളിലായിട്ട് സൈബർ സെക്യൂരിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഡിഗ്രി കഴിഞ്ഞു സൈബർ സെക്യൂരിറ്റിയിൽ ഒരു കരിയർ വേണം. ഇങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഫുൾ കണ്ടൻറ്റ് നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ആദ്യം കുറച്ച് ക്വസ്റ്റ്യൻസും അത് കഴിഞ്ഞ് എന്നെ സംബന്ധിച്ച് ഞാൻ ഇനി രണ്ടാമത് ഒരു സൈബർ സെക്യൂരിറ്റി കരിയർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഡിഗ്രിക്ക് ശേഷം ഒരു സൈബർ സെക്യൂരിറ്റി കരിയർ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും അത് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഷുഡ് യു ടേക്ക് എ സൈബർ സെക്യൂരിറ്റി സർട്ടിഫിക്കേഷൻ ഡയറക്റ്റ്ലി, അതായത് നിങ്ങളൊരു സർട്ടിഫിക്കേഷൻ ഡയറക്റ്റ് എടുക്കണോ, അതുപോലെ തന്നെ നിങ്ങളൊരു PGക്ക് പോകണോ, നിങ്ങളൊരു ജോബ് അപ്ലൈ ചെയ്യണോ, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസുകൾ അടങ്ങുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഒരു സൈബർ സെക്യൂരിറ്റി പാത്വേ ആണ് നമ്മുടെ വീഡിയോയുടെ കണ്ടൻസ് എന്ന് പറയുന്നത്. എല്ലാ ടോപ്പിക്സും നമ്മൾ ലെസൺസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് കൂടുതൽ കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടോപ്പിക്കിലേക്ക് പോയി സ്കിപ്പ് ചെയ്ത് കാണാവുന്നതാണ്. ഇനി നിങ്ങൾ കരിയർ അഡ്വാൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ learn.edware.com എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉണ്ട്. നമുക്ക് എഡ്വെയറിൻ്റെ ലേണിംഗ് ആപ്പും ഉണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് പോയി കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ്, പ്രോഗ്രാമിംഗ്, സൈബർ സെക്യൂരിറ്റി, റോബോട്ടിക്സ്, അങ്ങനെ പല ഫീൽഡിലുള്ള പല കോഴ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഷുഡ് യു ഗോ ഫോർ എ സൈബർ സെക്യൂരിറ്റി സർട്ടിഫിക്കേഷൻ ഡയറക്റ്റ്ലി. അതായത് ഡിഗ്രി കഴിഞ്ഞിരിക്കുകയാണ്, ഞാൻ ഇപ്പോൾ തന്നെ ഒരു സൈബർ സെക്യൂരിറ്റി സർട്ടിഫിക്കേഷനിലേക്ക് പോകണോ, CH, അതേപോലെ CompTIAയുടെ സെക്യൂരിറ്റി പ്ലസ്, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സർട്ടിഫിക്കേഷനിലേക്ക് ഞാൻ ഡയറക്റ്റ്ലി പോകണം. ഞാൻ എപ്പോഴും പറയാം നോ തന്നെയാണ്. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളൂ, IT-യുടെ ബേസിക്സ് മാത്രമേ നമുക്കറിയുള്ളൂ. അങ്ങനെ ഒരാൾ ഡയറക്റ്റ് ഒരു സർട്ടിഫിക്കേഷനിലേക്ക് പോകുമ്പോൾ മിക്ക സർട്ടിഫിക്കേഷനുകളും ഒരു 1 ഇയറോ 2 ഇയറോ എക്സ്പീരിയൻസ് കഴിഞ്ഞതിന് ശേഷം വരുന്ന പ്രൊഫഷണൽസിന് മാത്രം എഴുതാൻ പറ്റുന്ന രീതിയിലാണ് ടഫായിട്ടുള്ള എക്സാംസാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് പോയി ഡിഗ്രി കഴിഞ്ഞ് നേരെ ഒരു സർട്ടിഫിക്കേഷനിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ, ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അറൗണ്ട് 55,000 60,000 ഒക്കെ കോസ്റ്റ് മുടക്കേണ്ടി വരും. ചിലപ്പോൾ 1 lakh വരെ അത് പോകാം. അത്ര എമൗണ്ട് മുടക്കിയിട്ട് ഒരു സർട്ടിഫിക്കേഷൻ എടുത്തിട്ട് നമുക്ക് എന്നാൽ അതിനകത്ത് നോളജ് ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സർട്ടിഫിക്കേഷൻ പാസ്സാവാൻ പറ്റില്ല. പിന്നെ ചില ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കാര്യങ്ങളൊക്കെ തന്നിട്ട് അത് നോക്കിയിട്ട് ഈ പ്രാവശ്യത്തെ എക്സാം എഴുതാൻ വേണ്ടി, അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് പഠിച്ചതുകൊണ്ട് മാത്രം നമുക്ക് എക്സാം എഴുതാൻ പറ്റും, അത് പാസ്സാവുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു കേസും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ 2 കേസിലും നമുക്ക് എന്ത് പറ്റും, നമുക്ക് നോളജ് ഇല്ലാതെ നമ്മുടെ കയ്യിലേക്ക് സർട്ടിഫിക്കേഷൻ വരും. ഇതുകൊണ്ട് നമുക്ക് ആക്ച്വലി ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് യാതൊരു ഗുണം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഡയറക്റ്റ്ലി ഒരു സർട്ടിഫിക്കേഷനിലേക്ക് ഒരിക്കലും പോവാതിരിക്കുക. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷുഡ് യു ഗോ ഫോർ എ PG. ഓക്കെ, PG പ്രോഗ്രാംസ് ഒരുപാട് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. IITസും അതേപോലെ പല ഓർഗനൈസേഷനും നമുക്കിപ്പോൾ PG പ്രോഗ്രാംസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ PG പ്രോഗ്രാമിലേക്ക് ഡയറക്റ്റ് ഡിഗ്രി കഴിഞ്ഞ് അപ്പോൾ തന്നെ സൈബർ സെക്യൂരിറ്റി PG പ്രോഗ്രാമിലേക്ക് പോകുന്നത് അത് വെർത്താണ്. ഞാൻ എപ്പോഴും പറയാം, PG പ്രോഗ്രാമിലേക്ക് പോകുന്നത് നമ്മളെപ്പോഴും സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സൈബർ സെക്യൂരിറ്റിയിൽ തന്നെ ഓരോ ഏരിയാസ് സെലക്ട് ചെയ്ത് ആ ഏരിയാസിനെ സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളെപ്പോഴും PG പ്രോഗ്രാംസിലേക്ക് പോകേണ്ടത്. ഒരു എൻട്രി ലെവൽ ജോബിനൊന്നും ഒരിക്കലും നമ്മൾ PGയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു UG കഴിഞ്ഞതിന് ശേഷം, നമ്മുടെ ഗ്രാജുവേറ്റ് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ജോബ് സെർച്ചൊക്കെ നടത്തി ഒരു എൻട്രി ലെവൽ ജോബിലേക്കൊക്കെ കയറിയതിന് ശേഷം പോസിബിളി ഒരു 1 or 2 ഇയേഴ്സ് വർക്ക് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഒരു കാര്യത്തിൽ കൂടുതൽ റിസർച്ച് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ഐഡിയ വരുന്ന സമയത്ത് മാത്രം ഒരു PG പ്രോഗ്രാമിലേക്ക് പോകാൻ ശ്രമിക്കുക. അല്ലാതെ ഒരു എൻട്രി ലെവൽ ജോബിലേക്ക് ഓപ്പണിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഒരു PG പ്രോഗ്രാമിലേക്ക് പോകാതിരിക്കുക. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഷുഡ് യു അപ്ലൈ ഫോർ എ ജോബ്. ഓക്കെ, നമ്മളൊരു ജോബിന് അപ്ലൈ ചെയ്യണോ? ഡയറക്റ്റ്ലി ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോൾ സൈബർ സെക്യൂരിറ്റിയിൽ വന്നാലും ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പോഴും എത്രയും നേരത്തെ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് നമ്മൾ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ഭാഗത്ത് ലാക്ക് ചെയ്യുന്നത്, നമ്മൾ എന്തൊക്കെയാണ് ഇനി കൂടുതൽ പഠിക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ ഐഡിയാസും നമുക്ക് ഇൻ്റർവ്യൂസിൽ നിന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. നമ്മളെപ്പോഴും വാലുവേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ഈ വാലുവേഷൻ ഉണ്ടെങ്കിലാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എത്ര നേരത്തെ നിങ്ങൾക്ക് ജോബ് ആപ്ലിക്കേഷൻ ചെയ്ത് നോക്കാൻ പറ്റുമോ അത്രയും നേരത്തെ തന്നെ ജോബ് ആപ്ലിക്കേഷൻസ് ചെയ്യുക. നിങ്ങൾ ജസ്റ്റ് ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുന്ന ഫൈനൽ ഇയർ ആകുമ്പോഴത്തേക്കും ജോബ് ആപ്ലിക്കേഷൻസ് അപ്ലൈ ചെയ്ത് തുടങ്ങുക എൻട്രി ലെവൽ ജോബ് ഓപ്പണിങ്സിലേക്ക്. എന്നിട്ട് കുറച്ച് മാക്സിമം അതിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് ഒക്കെ എടുത്തിട്ട്, ഇപ്പോൾ നിങ്ങളുടെ റെസ്യൂമേ നല്ലതല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യായിരിക്കും. അപ്പോൾ ആ റെസ്യൂമേയിലുള്ള ഇപ്പോൾ കുറച്ചധികം അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ റെസ്യൂമേയിൽ ചേഞ്ചസ് വരുത്തണമെന്ന് മനസ്സിലാക്കാം. അങ്ങനെ റെസ്യൂമേയിൽ ചേഞ്ച് ചെയ്യുക. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂവിലാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് നെഗറ്റീവായിട്ട് വന്നത്, ചിലപ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്ട്രാ പഠിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഐഡിയാസും കിട്ടുക ജോബ് ആപ്ലിക്കേഷൻ ചെയ്യുന്ന. അപ്പോൾ നിങ്ങൾ എത്ര നേരത്തെ ജോബ് ആപ്ലിക്കേഷൻ ട്രൈ ചെയ്യാൻ പറ്റുമോ അത്രയും നേരത്തെ തന്നെ ജോബ് ആപ്ലിക്കേഷൻസ് ട്രൈ ചെയ്യാം.
ഇനി ഒരു മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് യു ഷുഡ് ലേൺ. എന്താണ് നിങ്ങൾ പഠിക്കേണ്ടത്? നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ബേസിക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൽ നിന്നാണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിങ്ങിൻ്റെ വർക്കിങ്ങും അതിനകത്ത് കൂടുതൽ തിയറി പഠിച്ചു പോകാതെ സിംപ്ലി ഈ ഒരു കാര്യം ആലോചിച്ച് നോക്കാം. നമ്മളൊരു ബ്രൗസർ തുറന്ന് അതിൽ google.com എടുത്ത് ഗൂഗിളിൽ പോയിട്ട് ജസ്റ്റ് എന്തെങ്കിലും ഇപ്പോൾ മനു എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇവിടെ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് തുടങ്ങി ആ ഗൂഗിളിൻ്റെ സെർവറിൽ പോകുന്നത് വരെ എന്തൊക്കെ കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എടുത്ത് എന്താണ് ആക്ച്വലി ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നതെന്നുള്ള ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നെറ്റ്വർക്കിംഗ് പഠിക്കുക എന്ന് പറയുമ്പോൾ കുറേ തിയറി പഠിക്കുക എന്നതല്ല, നമ്മൾ എന്താണ് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നത് ആ കാര്യത്തിന് പഠിക്കുക. അതാണ് ബേസിക് നെറ്റ്വർക്കിംഗ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സിസ്റ്റം അഡ്മിനിസ്ട്രേഷനാണ്. സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിൻഡോസ് ലിനക്സ് സിസ്റ്റംസിനെയൊക്കെ സെക്യൂറായിട്ട് എങ്ങനെ നമുക്ക് വെക്കാൻ പറ്റും, അതുപോലെ തന്നെ അതിൽ എങ്ങനെ നമുക്ക് വേണ്ട കോൺഫിഗറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാം, ഇതെല്ലാം ഉൾപ്പെടുന്നതും പിന്നെ നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റ്, അതായത് നമ്മൾ കമാൻഡുകൾ കൊടുത്ത് നമ്മുടെ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു രീതി, ഇതിനെയൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ഒരു ടോപ്പിക്ക്. ഇനി തേർഡായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. എപ്പോഴും ഞാൻ പറയാം ഏറ്റവും എളുപ്പമുള്ളതും ലേസി പ്രോഗ്രാമേഴ്സ് ലാംഗ്വേജ് എന്ന് പറയുന്നത് പൈത്തൺ ആണ്. സൈബർ സെക്യൂരിറ്റിയിൽ ഇപ്പോൾ ഒരുപാട് പൈത്തൺ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പൈത്തൺ പഠിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് പൈത്തൺ പ്രോഗ്രാമിംഗ് തന്നെയാണ്. പൈത്തൻ്റെ ഒരു കോഴ്സ് നമ്മുടെ learn.edware.com എന്ന് പറയുന്ന നമ്മുടെ പ്ലാറ്റ്ഫോമിലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. കാരണം നിങ്ങൾക്ക് ബേസിക് തുടങ്ങി ഒന്നും അറിയാത്ത ഒരാൾക്ക് സിംപ്ലി പഠിക്കാവുന്ന രീതിയിലാണ് നമ്മൾ ആ കോഴ്സ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അതും നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളത് മാത്രമല്ല യൂട്യൂബിലുള്ള ലെക്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് പൈത്തൺ പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കുക. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സൈബർ സെക്യൂരിറ്റിയാണ്. സൈബർ സെക്യൂരിറ്റിയുടെ ബേസിക്സ് പഠിക്കുക. എപ്പോഴും ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ ബേസും ക്ലിയർ ആവുന്ന രീതിയിൽ ഒരു കോഴ്സ്, കുറച്ച് ഇൻട്രോ ടു സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന കോഴ്സോ, അങ്ങനെ ഒരുപാട് ഫ്രീ കോഴ്സസ് അവൈലബിൾ ആണ് ഓൺലൈനിൽ, നിങ്ങൾക്ക് അത് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. ഓൾസോ നമ്മുടെ എഡ്വെയറിൻ്റെ തന്നെ ഒരു 50 days ചലഞ്ച് കോഴ്സ് ഉണ്ട്. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ 50 days ചലഞ്ച് കോഴ്സിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. നമ്മുടെ 50 days ചലഞ്ച് കോഴ്സിൽ ഫ്രം നെറ്റ്വർക്കിംഗ് തുടങ്ങി ഈ പറഞ്ഞ എല്ലാ ടോപ്പിക്സും നമ്മൾ ഉൾപ്പെടുത്തുന്ന രീതിയിലാണ് വളരെ ബേസിക് ആയിട്ട് സൈബർ സെക്യൂരിറ്റിയിൽ നമുക്ക് വേണ്ട എത്തിക്കൽ ഹാക്കിങ്ങിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണത്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങുന്ന ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. സോ നമ്മളിപ്പോൾ ടോട്ടലി പറഞ്ഞ ഈ 4 ടോപ്പിക്സ് ആണ് മെയിൻലി നിങ്ങൾക്ക് പഠിക്കുന്നത്. സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡ്വെയറിൻ്റെ 50 days ചലഞ്ച് കോഴ്സ് ചെക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈ സൈബർ സെക്യൂരിറ്റി എ ഗുഡ് ഫീൽഡ്? സൈബർ സെക്യൂരിറ്റി ഒരു നല്ല ഫീൽഡാണോ? നിങ്ങൾക്ക് കരിയർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമോ? അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഏറ്റവും നല്ല ഉത്തരം എന്ന് പറയുന്നത് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് cyberseek.org എന്ന് പറഞ്ഞിട്ട് നമ്മുടെ US ഗവൺമെൻറ്റിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഇതിനകത്ത് പോയിട്ട് സൈബർ സീക്ക് എന്ന് സെർച്ച് ചെയ്താൽ മതി. സൈബർ സീക്കിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഓരോ സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പൊസിഷനുകളിലും എത്ര ഓപ്പണിങ്സ് കറൻ്റ്ലി ഉണ്ടെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറേ അധികം ഓപ്പണിങ്സ് എല്ലാ ജോബ് ഓപ്പണിങ്സിലും ഉണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ സൈബർ സെക്യൂരിറ്റിയിൽ കുറവാണ്. ഡിഗ്രി ഉള്ളവരുണ്ട്, സർട്ടിഫിക്കേഷൻ ഉള്ളവരുണ്ട്, പക്ഷേ സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ സൈബർ സെക്യൂരിറ്റിയിൽ കുറവാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ഇഷ്ടം പോലെ ഓപ്പണിങ്സ് ഉള്ള ഒരു ഫീൽഡാണ് സൈബർ സെക്യൂരിറ്റി. പക്ഷേ അതിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് സ്കില്ലിൽ നിങ്ങൾ നന്നായിട്ട് സ്കിൽഡ് ആണെന്നുള്ള ഒരു ഐഡിയ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റണം. നിങ്ങളുടെ എംപ്ലോയർക്ക് നിങ്ങൾ സ്കിൽഡ് ആണെന്നുള്ള ഒരു ഐഡിയ കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമാണ് അവർ നിങ്ങളെ ഹയർ ചെയ്യുള്ളൂ. അപ്പോൾ സ്കില്ല് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് സൈബർ സെക്യൂരിറ്റി വരുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം. ഇനി സിസ്റ്റം റിക്വയർമെൻറ്റ്സ്. സൈബർ സെക്യൂരിറ്റിയിൽ നിങ്ങൾ വരുന്ന സമയത്ത് പഠിച്ചു തുടങ്ങാൻ വേണ്ട നിങ്ങൾക്ക് സിസ്റ്റം റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്? ഇതിൽ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു i5 പ്രോസസ്സർ ഓർ ഇക്വാലൻറ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറും അതുപോലെ ഒരു 8 GB റാമിന് മുകളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് പഠിച്ചു പോകണമെങ്കിലും സിംപ്ലി അത് മാത്രമേ ആവശ്യമുള്ളൂ. അതിന് മുകളിലേക്ക് വലിയൊരു സ്പെക്കൊന്നും വേണമെന്ന് ഞാൻ പറയില്ല. ഒരു ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ പഠിച്ചു തുടങ്ങാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന കമ്പ്യൂട്ടർ ഫോറൻസിക്സിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ മാത്രമാണ് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റംസ് നിങ്ങൾക്ക് നീഡ് വരുന്നുള്ളൂ. ഇനി നിങ്ങളൊരു ജോബിനെ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളൊരു സിസ്റ്റം എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹൈ പെർഫോമിംഗ് സിസ്റ്റം എടുക്കുന്നതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കമ്പനീസും ഇപ്പോൾ ജോബ് റോൾസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ അവർ ആ ഇനീഷ്യലി ഹയർ നടത്തുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ട സിസ്റ്റംസ്, ആ എംപ്ലോയി യൂസ് ചെയ്യേണ്ട സിസ്റ്റംസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജോബ് കണ്ടിട്ട് ഒരു സിസ്റ്റം നേരത്തെ എടുത്തു വെക്കേണ്ട ആവശ്യം ഇപ്പോൾ വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടത് എന്താണോ അത് നിങ്ങൾ ചെയ്താൽ മതി. ഇപ്പോൾ ഞാനൊക്കെ പഠിച്ചത് 4 GB റാമും i3 പ്രോസസ്സറും വെച്ചിട്ടാണ്. അത് വളരെ സ്ലോ ആയിരുന്നു, പക്ഷേ എങ്കിലും എനിക്ക് പഠിക്കുന്ന സമയത്ത് അതാണ് ആവശ്യം വന്നിട്ടുള്ളൂ.
നമ്മുടെ വീഡിയോയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഇനി നമ്മൾ പറയുന്നത്. അതായത് ഒരു സൈബർ സെക്യൂരിറ്റി പാത്വേ ആണ്. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം എങ്ങനെ നമ്മളൊരു സൈബർ സെക്യൂരിറ്റിയിൽ ഒരു ജോബിലേക്ക് ലാൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഒരു കരിയർ നമ്മളെങ്ങനെ ബിൽഡ് ചെയ്യും, ഇതാണ് നമ്മളിനി ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഞാൻ എങ്ങനെയായിരിക്കും, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും ഇതിനെ അപ്രോച്ച് ചെയ്യുക, എങ്ങനെയാണ് ഒരു സൈബർ സെക്യൂരിറ്റിയിലേക്ക് ജോലിയിലേക്ക് എത്തുക, അതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടതെന്ന്. അപ്പോൾ ആ കാര്യങ്ങൾ ഞാൻ പഠിക്കും. ഏതൊക്കെയാണ്? കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ്, സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ നമുക്ക് വേണ്ടതായിട്ട് പ്രോഗ്രാമിംഗ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി ബേസിക്സ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ പഠിക്കും. ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ, ഒരു മെൻറ്റർ സപ്പോർട്ടോടുകൂടെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സൈബർ സെക്യൂരിറ്റി കോഴ്സ് ഉണ്ട്, 50 days ചലഞ്ച് ഉണ്ട്. ആ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് അതിനകത്ത് എൻക്വയറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കോൾ വരും. ആ ടൈമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോഴ്സ് കാര്യങ്ങളൊക്കെ അവർ സജസ്റ്റ് ചെയ്യും. സോ അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും? ബേസിക്സിൽ നിന്നായിരിക്കും. അപ്പോൾ ബേസിക്സ് നിങ്ങൾ പഠിച്ചു തുടങ്ങാം. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത്, ഞാൻ എത്രത്തോളം ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കംഫർട്ടബിൾ ആണെന്ന് ഞാൻ നോക്കും. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഞാൻ കംഫർട്ടബിൾ അല്ലെങ്കിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഞാൻ ഡെഫിനറ്റ്ലി പോയി ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ട്രെയിനിങ് എടുത്തിരിക്കും. സ്പോക്കൺ ഇംഗ്ലീഷിൽ ട്രെയിനിങ് എടുത്തിരിക്കും. ഒരു IELTS കോച്ചിങ് ഒക്കെ മിനിമം പോയി ട്രെയിനിങ് എടുക്കും. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇൻ്റർവ്യൂസും ഇപ്പോൾ ഇംഗ്ലീഷിൽ തന്നെയാണ്. കാര്യം റീജിയണൽ ലാംഗ്വേജിൽ വളരെ റെയർ ആയിട്ട് ഇൻ്റർവ്യൂസ് നടക്കുന്നുണ്ടെങ്കിൽ പോലും എപ്പോഴും ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഒരു പ്രിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും MNCയിലോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഈ ലാംഗ്വേജ് എന്ന് പറയുന്നതും സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾക്ക് ഞാൻ എന്തായാലും ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിരിക്കും. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, നമ്മൾ ഏത് ഏരിയയിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ പെനട്രേഷൻ ടെസ്റ്റിംഗ് ആവാം, ചിലപ്പോൾ അനലിസ്റ്റ് സൈഡ് ആവാം, ചിലപ്പോൾ ഫോറൻസിക്സ് ആവാം. അങ്ങനെ സൈബർ സെക്യൂരിറ്റിയിൽ തന്നെ ഏത് ഏരിയയിലാണോ എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്, എൻ്റെ സ്കില്ല് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ചേരുന്നത് എന്താണ് എന്നുള്ളത് ഞാൻ നോക്കും. എന്നിട്ട് ഇതിൽ ഒരു ഏരിയ ഞാൻ ചൂസ് ചെയ്യും, ഒരു സിംഗിൾ ഏരിയ ഞാൻ ചൂസ് ചെയ്യും. ഇനി അങ്ങോട്ട് ഫുള്ള് ഞാൻ ആ ഏരിയ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മളപ്പോൾ എന്തൊക്കെ ഫീൽഡുകൾ ഉണ്ടെന്ന് ഇവിടെ നമ്മൾ റിസർച്ച് ചെയ്യും. ആ ഫീൽഡുകളിൽ ഓരോന്നിലും എന്താണ് ജോലി വരുന്നതെന്നൊക്കെ എന്ത് ചെയ്യും, നമ്മളിവിടെ പഠിക്കും. എന്നിട്ട് അതിൽ നിന്ന് ഒരെണ്ണം ബെറ്റർ ആയിട്ടുള്ളത് നമ്മൾ ചൂസ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ ഫീൽഡ് ഏതാണോ ചൂസ് ചെയ്തത് അതിനകത്ത് ബേസിക് ആയിട്ടുള്ള തിയറി പഠിക്കും. ഇപ്പോൾ ഞാൻ എത്തിക്കൽ ഹാക്കിംഗ് ആണ് പഠിച്ചെങ്കിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ 50 days ചലഞ്ചൊക്കെ എത്തിക്കൽ ഹാക്കിങ്ങിലാണ്. അപ്പോൾ എത്തിക്കൽ ഹാക്കിംഗ് ആണ് ഞാൻ ചൂസ് ചെയ്തെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു തുടങ്ങും. അതിൻ്റെ ബേസിക്സും അതിനകത്ത് എങ്ങനെയാണ് പ്രൊസീജിയർ വരുന്നത്, ഒരു കമ്പനിയുടെ ഉള്ള ജോലി എന്തായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു തുടങ്ങും. ഇനി ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്, തിയറിറ്റിക്കൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് മാത്രം നമുക്കൊരു ജോലിയിലേക്ക് എത്താൻ പറ്റില്ല. പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് തന്നെ വേണം. അപ്പോൾ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ടുള്ള ട്രൈ ഹാക്ക് മീ, ഹാക്ക് ദ ബോക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ടൂൾസ് ഉണ്ട്. അപ്പോൾ ട്രൈ ഹാക്ക് മീ ടൂൾസോ അല്ലെങ്കിൽ ട്രൈ ഹാക്ക് മീയുടെ ലാബുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടും അതേപോലെ ഹാക്ക് ദ ബോക്സിൻ്റെ ലാബുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ ഹാൻഡ്സ് ഓൺ ട്രെയിൻ ചെയ്ത് കുറച്ച് അതിനകത്ത് പ്രാക്ടീസ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ടൂളൊക്കെ ആണെങ്കിൽ ആ ടൂൾ ഉപയോഗിച്ചു എന്നുള്ളൊരു ഐഡിയ നമ്മുടെ കയ്യിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഹാൻഡ്സ് ഓൺ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഏകദേശം കുറേ ബേസിക് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, അതെനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഒരു ജോബിൻ്റെ ഉള്ളിൽ അതിന് എങ്ങനെയായിരിക്കും വരുന്നത്, ഒരു ഇൻറ്റേൺഷിപ്പ് പോലെ എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരു ഇൻറ്റേൺഷിപ്പ് ആയിരിക്കും ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇൻറ്റേൺഷിപ്പ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ theforage.com എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ജോബ് എങ്ങനെയായിരിക്കും, സൈബർ സെക്യൂരിറ്റി ജോബ് എങ്ങനെയായിരിക്കും, അതിൽ ഉള്ള സൈബർ സെക്യൂരിറ്റി തന്നെ ഏതെങ്കിലും ഒരു റിലേറ്റഡ് പൊസിഷൻ എടുത്താൽ, സോക്കൊക്കെ ആണെങ്കിൽ ആ സോക്കിൻ്റെ ഉള്ളിൽ നമുക്ക് വരുന്ന ജോലി എന്തായിരിക്കും എന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഒരു എക്സ്പീരിയൻസ് പ്രോഗ്രാം അവർക്കുണ്ട്. ജോബ് സിമുലേഷൻസ് ആണ്. അതിനകത്ത് പോയിട്ട് ഞാൻ എന്ത് ചെയ്യും, 1-2 കോഴ്സുകൾ അവർ അറ്റൻഡ് ചെയ്യും. 1-2 സിമുലേഷൻസ് അറ്റൻഡ് ചെയ്യും. അതായത് ആ ജോബ് എങ്ങനെയാണ് ആക്ച്വലി നമ്മുടെ കമ്പനിയുടെ ഉള്ളിൽ ഉണ്ടാവുക, അങ്ങനെ തന്നെ ഞാൻ അതിനെ എക്സ്പീരിയൻസ് ചെയ്യും. സോ അതാണ് ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നൊരു കാര്യം. ഫോറാജിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ജോബിൻ്റെ ഒരു സിമുലേഷൻ എടുത്ത് ട്രൈ ഔട്ട് ചെയ്യും. ഇനി ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻട്രി ലെവൽ പൊസിഷനുകളിലേക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങും. എൻട്രി ലെവൽ പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഇനീഷ്യലി എത്രയും നേരത്തെ, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എൻട്രി ലെവൽ പൊസിഷനിലൊക്കെ എത്രയും നേരത്തെ അപ്ലൈ ചെയ്ത് തുടങ്ങണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെസ്യൂമേഴ്സ് കാര്യങ്ങളൊക്കെ ഗോ ത്രൂ ചെയ്യുന്നുണ്ടോ, അതായത് അവർ റിവ്യൂ ചെയ്ത് നമ്മളെ ഇൻ്റർവ്യൂസിന് വിളിക്കുന്നുണ്ടെന്നൊക്കെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ, റെസ്യൂമേ ഇമ്പ്രൂവ് ചെയ്യണമെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് എന്താ, ജോബ് അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ജോബ് അപ്ലൈ ചെയ്യുന്ന ഒരു ഫേസ് ഇവിടെ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യും. ഇനി എന്ത് ചെയ്യും, ഇത് കഴിഞ്ഞ് ജോബ് ഓപ്പണിങ്സ് കുറേ സ്റ്റാർട്ട് ചെയ്ത് ആപ്ലിക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ സ്പെസിഫിക് ഫീൽഡ് ഏതാണോ, ഇപ്പോൾ എത്തിക്കൽ ഹാക്കിംഗ് ആണെങ്കിൽ CH പോലെയുള്ള സർട്ടിഫൈഡ് എത്തിക്കൽ ഹാക്കർ എന്ന് പറയുന്ന EC കൗൺസിലിൻ്റെ സർട്ടിഫിക്കേഷൻ പോലെയുള്ള ഏതെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ ഞാൻ ചൂസ് ചെയ്തിട്ട് അത് ഞാൻ എന്ത് ചെയ്യും, ആ സർട്ടിഫിക്കേഷൻ ഞാൻ എടുക്കും. അപ്പോൾ സർട്ടിഫിക്കേഷൻ റിലേറ്റഡ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, CH ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫ്ലൈൻ സെൻറ്റർ കാക്കനാട് അവൈലബിൾ ആണ്.
അവിടെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസും നമ്മുടെ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, www.edware.com പോയി കഴിഞ്ഞാൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് അവിടെ കാണാം. അതിനകത്ത് വന്ന് നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ ആയിരിക്കും പിന്നെ ഞാൻ ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ചിലപ്പോൾ സോക്ക് അനലിസ്റ്റ് ആയിരിക്കാം, എന്ത് റിലേറ്റഡ് ആണോ ഞാൻ ചെയ്യുന്നത് ആ സർട്ടിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ആ ജോലിക്ക് അനുസരിച്ചുള്ള ഒരു സർട്ടിഫിക്കേഷൻ ആയിരിക്കും ഞാൻ ചൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫേസ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ആയിട്ട് ഇൻ്റർവ്യൂസ്, അതായത് ആപ്ലിക്കേഷൻസ് നിർത്താതെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുക. കുറച്ചധികം ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു 3-4 ഇൻ്റർവ്യൂസിലും നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ആ 3-4 ഇൻ്റർവ്യൂസിലും നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തൊക്കെ ഏരിയാസിലാണ് ഇഷ്യൂ ഉള്ളത് ആ ഏരിയാസിനെ കണ്ടുപിടിച്ച് അത് ക്ലിയർ ചെയ്യാനുള്ള ഒരു രീതിയായിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂസിനെ കാണാം. അപ്പോൾ ഒരു ഇനീഷ്യലി ഒരു 2-3-4 ഇൻ്റർവ്യൂസ് നിങ്ങൾ അവിടെ ജോലി കിട്ടിയില്ലെങ്കിലും നെഗറ്റീവ് ആവാതെ എന്ത് ചെയ്യണം, അതിനകത്ത് നിന്ന് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്ത് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഈ പ്രാവശ്യം കിട്ടാതെ പോയത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് വീണ്ടും അതിനകത്ത് വർക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുത്ത് നിങ്ങളൊരു ജോബിലേക്ക് ലാൻഡ് ചെയ്യുക. സോ ഇതായിരിക്കും ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഒരു ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു രീതി എന്ന് പറയുന്നത്. ഇതുവരെ പറഞ്ഞ ടോപ്പിക്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ എന്തായാലും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ പഠിച്ചു പോകണം, സൈബർ സെക്യൂരിറ്റിയിലാണ് നിങ്ങളൊരു കരിയർ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ബേസിക്സ് കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ 50 days ചലഞ്ച് കോഴ്സസ് ഉണ്ട്. ആ ചലഞ്ച് കോഴ്സസിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ നമ്മൾ ഓൾറെഡി ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ചലഞ്ച് കോഴ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബേസിക് നെറ്റ്വർക്കിംഗ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് പോയി ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഒരു കോൾ വരുന്നതാണ്. ഓക്കെ, നമ്മുടെ learn.edware.com എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നമുക്കുണ്ട്. ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് വേണ്ട IT റിലേറ്റഡ് എല്ലാ കോഴ്സുകളും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും കോഴ്സുകൾ അതിനകത്ത് കാണുകയാണെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റീസ് ഉണ്ട്, ഫ്രീ കമ്മ്യൂണിറ്റീസ് ആണ്. അതായത് നിങ്ങൾക്ക് ജോബ് ഓപ്പണിങ്സ് വരുമ്പോഴും അതേപോലെ ഫ്രീ റിസോഴ്സസ് വരുമ്പോഴും ഫ്രീ വെബിനാർസ് വരുമ്പോഴും ഒക്കെ നമ്മൾ പറയുന്ന നമ്മുടെ ലേണിംഗ് ക്ലബ്ബുകളുണ്ട്. ഈ ലേണിംഗ് ക്ലബ്ബുകളുടെ ലിങ്കുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. സൈബർ സെക്യൂരിറ്റിക്ക് നമുക്കൊരു സ്പെസിഫിക് ലേണിംഗ് ക്ലബ്ബ് ഉണ്ട്. അപ്പോൾ ഓരോ ടോപ്പിക്കിനും നമുക്ക് ഓരോ ലേണിംഗ് ക്ലബ്സ് ഉണ്ട്. അപ്പോൾ സൈബർ സെക്യൂരിറ്റി ലേണിംഗ് ക്ലബ്ബിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. ഒരു വാട്സാപ്പ് ഗ്രൂപ്പാണ്, നിങ്ങൾക്ക് അതിനകത്തേക്ക് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.